ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ബോഡി സ്കാൻ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ബോഡി സ്കാൻ മെഡിറ്റേഷനെ കുറിച്ചാണ് ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ്. ഇതെങ്ങനെയാണ് നമുക്ക് ഗുണം ഉണ്ടാക്കുന്നത്, എന്താണ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ എന്ന് പറയാം, ഇതെങ്ങനെയാണ് നമുക്ക് ഗുണം ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണ് നമ്മുടെ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ. ഈവൻ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ഈ ഡ്രൈവിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ പേശികൾ മസിൽസ് ഉണ്ടാകുന്ന പെയിൻ, അതിൻ്റെ വേദന ഉണ്ടാവുന്നതും, അതേപോലെ നമുക്ക് ചിലപ്പോൾ ശാരീരികമായ തളർച്ച വരുന്നു. ഓക്കെ, പക്ഷെ നമുക്കൊരു മീറ്റിങ്ങിന് പോകും, നമുക്ക് ഈ പേശി വേദനയുണ്ട്, തളർച്ചയുണ്ട്, ഒരു 20 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് റിജുവിനേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആലോചിച്ച് ഡ്രൈവിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, കൂടുതൽ ഓവർ തിങ്കിങ്ങുള്ള ഒരുപാട് അങ്ങനെ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരീരവേദന പോകും. അപ്പോൾ ഉറക്കമില്ലായ്മ വരും. അതിൽ കമ്പനികളിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷനിലേക്ക് പോകണം, നമ്മൾ ഫ്രഷ് ആവണം. പക്ഷെ നമ്മുടെ ബോഡി നമുക്ക് പെയിനാണ്. എന്ത് ചെയ്യും? ബോഡി പെയിനിട്ട് ഒരു ഉഷാറില്ല, ഒരു ഹാപ്പിനെസ് ഇല്ല. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം ഈ ബോഡി സ്കാൻ മെഡിറ്റേഷൻ വളരെ ഉപകാരം. അതെങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മുടെ അറ്റൻഷൻ നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വേദനകൾ, പെയിൻ, പ്രഷറിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ മനസ്സ് പ്രസന്നമുണ്ടാവും. നിങ്ങളുടെ ബോഡി എന്നെ കെയർ ചെയ്യുന്നു എന്നർത്ഥം. നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ ബോഡിയിലേക്ക് കൊണ്ടുവന്ന് അത് ജഡ്ജ്മെന്റ് ഇല്ലാതെ അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ ഉണ്ട്, ഇടത്തെ കാൽ വശത്ത് മസിലിന് പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാം, പെയിൻ ഉണ്ട്. വലത്തെ കാലിൽ പെയിൻ ഉണ്ടെങ്കിൽ വലത്തെ കാലിൽ പെയിൻ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് വന്നു, എങ്ങനെ അത് കുറയ്ക്കാം, അങ്ങനെ ആലോചിക്കാതെ ജസ്റ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്യും. പെയിൻ ഒബ്സർവ് ചെയ്യുന്നു വിത്തൗട്ട് ജഡ്ജ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ തോട്ട് പ്രോസസ് മാറും. ആ ഭയത്തോടെ നിങ്ങളുടെ ശരീരവേദനയെ കാണുന്നതിന് പകരം നിങ്ങൾ സ്നേഹത്തോടെ കാണാൻ പറ്റും. അങ്ങനെ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്ട്രെസ് ഹോർമോൺസ് അവിടെ കുറയും. സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കുറയും. കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അളവ് കുറയാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് പെയിൻ കില്ലേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിന് നമ്മൾ കെയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരീരത്തിന്റെ വേദനകളെ കുറയ്ക്കാനുള്ള പ്രക്രിയ ശരീരം ചെയ്യും. ഒരു സെൽഫ് ഹീലിംഗ് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഈ ബോഡി സ്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാൽപാദം മുതൽ ശിരസ് വരെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് സ്കാൻ ചെയ്യാം. അതാണ് ഈ ബോഡി സ്കാൻ. അപ്പോൾ ഓരോ പാർട്ടിലും നിങ്ങൾ ശ്രദ്ധ നൽകുമ്പോൾ ആ പാർട്ട്, ബോഡിയിലെ ആ പാർട്ട് മാത്രമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ചുള്ള ചിന്തകളില്ല. അവിടെ ജസ്റ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത്, ഇടത്തെ കാൽപാദത്തിൽ എന്താണ് സംഭവിക്കുന്നത്. ഉദരഭാഗത്ത് ശ്രദ്ധിക്കാൻ വരുമ്പോൾ ഉദരഭാഗത്ത് എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ചിന്തിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ് നിങ്ങൾ പ്രസന്റ് മൊമെന്റിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ ഓരോ ബോഡി പാർട്സ് നിങ്ങൾ ശ്രദ്ധിച്ചു. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ അത് ആസ്വദിക്കുന്നു. ഈ പ്രോസസ് നിങ്ങൾ ആസ്വദിക്കുന്നു. അപ്പോൾ ബോഡി മൈൻഡും സിങ്ക്രണൈസിങ് ഒരുമിക്കാതെ ഒരേ സമയത്ത്. ഇപ്പോൾ സമയം എത്രയാണ്? 12:40. ഈ 12:40 അതിലേക്ക് നിങ്ങളുടെ മനസ്സും ശരീരവും. മറ്റേത് നമ്മൾ എപ്പോഴും എന്താണ് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് വാണ്ടറിങ് ആണ്, അലിഞ്ഞിട്ടുകൊണ്ടേയിരിക്കും മനസ്സ്. ആ മനസ്സിനെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഓക്കെ, ഇതിന്റെ ഗുണങ്ങൾ പറയാം, അതിനുശേഷം ഞാൻ മെഡിറ്റേഷൻ പറഞ്ഞുതരാം. ഇതിന് ഏറ്റവും ഗുണം പറയുന്നത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കും, ആൻസൈറ്റി കുറയ്ക്കും, ഉത്കണ്ഠ ഉണ്ടാവില്ല ഡെയിലി ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ സ്ട്രെസ് ഹോർമോൺസിന്റെ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ സെൽഫ് ഹീലിംഗ് പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കും. സെൽഫ് ഹീലിംഗ് പ്രോസസ്സ്. ഓക്കെ, ശരീരത്തിനെ ഹീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതേപോലെ നല്ല ഉറക്കം കിട്ടും. നമുക്ക് ചില ജോലി നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ഒരു പ്രശ്നമാണ്. 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ ചിലർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അതൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടണമെന്നാൽ ഈ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്താൽ മതി. നിങ്ങൾക്ക്
ചുരുങ്ങിയ 4 മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ആ 4 മണിക്കൂർ മുൻപ് ചെയ്യണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ചെയ്യണം മെഡിറ്റേഷൻ. ഡിന്നറിന് മുൻപ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഉറങ്ങിയാൽ ആ 4 മണിക്കൂറോ 5 മണിക്കൂറോ എത്ര ഉറങ്ങും അതിൻ്റെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. ഇനി ഞാൻ ആ മെഡിറ്റേഷനിലേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങളെ കിടന്നുകൊണ്ട് ചെയ്യാം, ഇരുന്നുകൊണ്ട് ചെയ്യാം. ഈ മെഡിറ്റേഷൻ കണ്ണടച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു മെഡിറ്റേഷൻ. അപ്പം ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ അതേപോലെ ഫോളോ ചെയ്യാം. കിടന്നുകൊണ്ട് കിടക്കുന്നവർക്ക് അതേ കിടന്ന് ബെഡിൽ കിടന്ന് സുഖമായിട്ട് ഈ മെഡിറ്റേഷൻ വീഡിയോ കേട്ടാൽ മതി. കണ്ണടച്ചുകൊണ്ട് കേട്ടാൽ മതി. ഓക്കെ, ചെയറിലിരിക്കുകയാണെങ്കിൽ സ്പൈൻ സ്ട്രേറ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് ഈ ഇൻസ്ട്രക്ഷൻസ് കേട്ടാൽ മതി. റൈറ്റ്. ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്ക് ആദ്യം ശ്രദ്ധ നൽകൂ. എൻ്റെ ശബ്ദം മറ്റു ചെറുതും വലുതുമായ മറ്റു ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ നൽകൂ. വലിയ ശ്രദ്ധ ശബ്ദത്തിൽ നിന്ന് ശ്വാസത്തിലേക്ക് കൊണ്ടുവരൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ശ്വാസത്തിലാണ്. ചിന്തകൾ മനസ്സിലുമെല്ലാം വരുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ നൽകൂ. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ ശരീരം ശാന്തമാകുമെന്ന് മനസ്സിൽ പറയൂ. പുറത്തേക്ക് ശ്വാസം വരുമ്പോൾ ശരീരം ശാന്തമാകും. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ മനസ്സ് ശാന്തമാകും മനസ്സിൽ പറയുന്നു. പുറത്തേക്ക് ശ്വാസം വരുമ്പോൾ മനസ്സ് ശാന്തമാകും. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ ശ്വാസം ശാന്തമാകുമെന്ന് മനസ്സിൽ പറയുന്നു. പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ ശ്വാസം ശാന്തമാണ്. ഇപ്പോൾ ഇവിടെ ശരീരം, മനസ്സ്, ശ്വാസം ശാന്തമാണ്. പതിയെ ശ്രദ്ധ ശ്വാസത്തിൽ നിന്ന് ബോഡി സെൻസേഷൻസ്. ഇടത്തെ കാൽപാദത്തിലേക്ക് ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഇടത്തെ കാൽപാദത്തിലാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ ഇടത്തെ കാൽപാദത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ഇടത്തെ കാൽപാദത്തിനുണ്ടാകുന്ന പെയിൻ, പ്രഷർ, വൈബ്രേഷൻസ് എല്ലാം തിരിച്ചറിയുന്നു. വേദനകളുണ്ടെങ്കിൽ വേദന, തരിപ്പുണ്ടെങ്കിൽ തരിപ്പാണെന്ന് തിരിച്ചറിയുന്നു. ഇടത്തെ കാൽപാദത്തിൽ ഒരു ജഡ്ജ്മെന്റ് ഇല്ല. ജസ്റ്റ് നിങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ നിരീക്ഷിക്കുന്നത് മാത്രമല്ല. ഓക്കെ, റിലാക്സ്. പതിയെ ശ്രദ്ധ ഇടത്തെ കാൽമുട്ടിലേക്ക് കൊണ്ടുവരൂ. ഇടത്തെ കാൽപാദത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ഇടത്തെ കാൽമുട്ട്. റിലാക്സ്. റിലാക്സ് എന്ന് മനസ്സിൽ പറയൂ. ഇടത്തെ കാൽമുട്ടിലേക്ക് ശ്രദ്ധ നൽകി റിലാക്സ് എന്ന് മനസ്സിൽ പറയൂ. വളരെ പതുക്കെ ശ്രദ്ധ ഇടത്തെ കാൽമുട്ടിൽ നിന്ന് ഇടത്തെ തുടഭാഗത്തേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ തുടഭാഗം റിലാക്സ് ആകുന്നു. ഇടത്തെ ഹിപ്പേരിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ ഹിപ്പേരിയ റിലാക്സ് ആകും.
ഇപ്പോൾ ഇടത്തേക്കാൽ പൂർണ്ണമായും റിലാക്സ് ആണ്. പതിയെ ശ്രദ്ധ വലത്തേക്കാൽ പാദത്തേക്ക് കൊണ്ടുവരൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വലത്തെ കാൽപാദത്തിലാണ്. വലത്തെ കാൽപാദം റിലാക്സ് മനസ്സിൽ പറയൂ. വലത്തെ കാൽമുട്ടിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ തുടഭാഗത്തേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ ഹിപ്പേരിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ കാൽ ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ്. റിലാക്സ് ആയി. പതിയെ ശ്രദ്ധ സ്റ്റമക്ക് ഏരിയയിലേക്ക് കൊണ്ടുവരൂ. ഉദരഭാഗത്തേക്ക്, വയറിന്റെ ഭാഗത്തേക്ക്. റിലാക്സ്. ഉദരഭാഗം റിലാക്സ് ആയി. ഹൃദയഭാഗത്തേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ കൈപ്പത്തിയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ കൈമുട്ടിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ ഷോൾഡറിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ കൈ പൂർണ്ണമായും റിലാക്സ്. പതിയെ ശ്രദ്ധ വലത്തെ കൈപ്പത്തിയിലേക്ക് കൊണ്ടുവരൂ. റിലാക്സ്. ഇടത്തെ കൈമുട്ടിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ ഷോൾഡറിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ കൈ ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ് ആയി. പതിയെ ശ്രദ്ധ ത്രോട്ട് ആൻഡ് നെക്ക് ഏരിയയിലേക്ക് കൊണ്ടുവരൂ. റിലാക്സ്. മുഖത്തെ പേശികളെല്ലാം റിലാക്സ് ആവട്ടെ. റിലാക്സ് യുവർ മൗത്ത്. വായ ഭാഗം പൂർണ്ണമായും റിലാക്സ് ആവട്ടെ. മൂക്കിന്റെ ഭാഗം റിലാക്സ് ആവട്ടെ. കണ്ണിന്റെ ഭാഗം റിലാക്സ് ആവട്ടെ. കവിളുകൾ റിലാക്സ് ആവട്ടെ. ചെവിയുടെ ഭാഗം റിലാക്സ് ആവട്ടെ. നെറ്റി ഭാഗം റിലാക്സ് ആവട്ടെ. തലഭാഗം റിലാക്സ് ആവട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സ്. മനസ്സ് ശാന്തമാണ്. പതിയെ കണ്ണുകൾ തുറക്കൂ. ഈ മെഡിറ്റേഷൻ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സന്തോഷമാണ് ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സന്തോഷമായ ഒരു ജീവിതം നിങ്ങൾക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.